കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഡോക്ടർ എന്നോട് മാമോഗ്രാഫി ചെയ്യാൻ ആവശ്യപ്പെട്ടു. പക്ഷേ എനിക്കതിന് തയ്യാറാകാൻ കഴിയുന്നില്ല. എന്നെ പലതരം ചിന്തകൾ അലട്ടാൻ തുടങ്ങി. എനിക്ക് ഒരു പ്രത്യേക തരം അസ്വസ്ഥത തോന്നി. മുൻപും എനിക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് വ്യത്യസ്തമാണ്. സ്കാനിങ്ങിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു, പക്ഷെ സ്കാൻ റൂമിന്റെ വാതിൽക്കൽ എത്തിയപ്പോൾ കാര്യങ്ങൾ മാറുന്നു. മുറി വളരെ തണുപ്പുള്ളതും വളരെ വൃത്തിയുള്ളതുമാണ്. മഷീൻ ഒരു ഏലിനെ പോലെ തോന്നി. എവിടെ നോക്കണം, എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. ആ മെഷീന് ഒരു യാന്ത്രിക സാന്നിധ്യമുണ്ട്. വളരെ സെൻസിറ്റീവായ ഒന്നിന് അത് ഹാർഷായി തോന്നും. എന്റെ മനസ്സിൽ കൂടി ഓരോ ചിന്തകൾ കടന്നു പോവുകയാണ്. അവരെന്തെങ്കിലും കണ്ടെത്തിയാൽ എന്ത് ചെയ്യും? വേദനിച്ചാൽ എന്ത് ചെയ്യും? ഹായ്, എങ്ങനെയുണ്ട്? ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലുള്ള ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് വളരെ ക്ലോസ്ഡ് ആണ്. അതുപോലെ തന്നെ എനിക്കിതിന്റെ നടപടിക്രമങ്ങളും അറിയില്ല. എനിക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് പോലും അറിയില്ല. എനിക്ക് മനസ്സിലായി. സ്കാൻ ചെയ്യുന്നതിന് മുൻപ് പലർക്കും ഈ അസ്വസ്ഥത അനുഭവപ്പെടാറുണ്ട്. വിശ്വസിക്കൂ, ഇക്കാലത്ത് സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. ഇന്ന് പ്രായം, വലിപ്പം, വ്യത്യസ്ത രോഗാവസ്ഥകൾ, മെറ്റൽ ഇംപ്ലാന്റുകൾ എന്നിവ കണക്കിലെടുക്കാതെ എല്ലാതരം രോഗികളെയും സ്കാൻ ചെയ്യാൻ സാങ്കേതിക വിദ്യ സാധ്യമാക്കിയിരിക്കുന്നു. ഇക്കാലത്ത് സാങ്കേതിക വിദ്യ ഡോസ് വ്യക്തിഗതമാക്കാൻ അനുവദിക്കുന്നു. അതായത് ഓരോ രോഗിക്കും ഉചിതമായ ഡോസ് നൽകുന്നു. കൂടാതെ ഓപ്റ്റിമൽ കംപ്രഷൻ രോഗിക്ക് കുറഞ്ഞ അസ്വസ്ഥതയെ ഉണ്ടാക്കുന്നുള്ളൂ. രോഗിയുടെ സ്ഥാനം മാറ്റേണ്ടതില്ല. സ്കാനുകൾ வேகத்திலாகுന്നു. அவர் பேசுவதை கேட்பது நன்றாக இருந்தது. ஒருவேளை அவர் பேசும் விதம் மற்றும் தொழில்நுட்பத்தின் மீதான அவரது நம்பிக்கை காரணமாக இருக்கலாம். கவலைப்படாதீர்கள், நீண்ட நேரம் காத்திருக்க வேண்டாம். நான் உங்கள் கூடவே இருப்பேன். இது இவ்வளவு சீக்கிரம் நடந்தது என்பதை என்னால் நம்பவே முடியவில்லை. உண்மையை சொல்ல போனால் எந்த காரணமும் இல்லாமல் நான் பயந்தேன். ஆம், எனக்கு கொஞ்சம் சங்கடமாக இருந்தது. ஆனால் நான் எதிர்பார்த்ததை விட சௌகரியமாக இருந்தது. பார்த்தீர்களா, அது அவ்வளவு கடினமாக இல்லை இல்லையா? நீங்க சூப்பரா பண்ணிட்டீங்க. நோயாளி அமைதியாக இருந்தால் தொழில்நுட்பம் சிறந்த உயர்தர இமேஜிங்கை வழங்குகிறது. இது மருத்துவர் சரியான நோய் அறிதலை செய்ய உதவுகிறது. மிகவும் கடினமான பகுதி அந்த அறைக்குள்ள முதல் முறையாக செல்வதுதான் நான் நினைக்கிறேன். உள்ளே சென்று தொழில்நுட்பத்தின் பரிணாம வளர்ச்சியை புரிந்து கொண்ட பிறகு என் பயம் குறைந்தது. இறுதியில் எல்லாம் விரைவா எளிதா முடிந்தது. என் பயங்களை எதிர்கொள்ள முடிந்ததில் நான் மகிழ்ச்சி அடைகிறேன். நான் செயல்முறையை புரிந்து கொள்ள வேண்டியிருந்தது. ஏனென்றால் தெரிந்து கொள்வது நிம்மதியை தருகிறது.